അഖിൽ സത്യൻ നിവിൻ പോളി കൂട്ടുകെട്ടിലിറങ്ങിയ സർവമായ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ്. ചിത്രം റിലീസ് ചെയ്ത് 22 ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഹൗസ്ഫുള്ളായാണ് പ്രദർശനം തുടരുന്നത്. കളക്ഷനിലും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. മലയാളത്തിൽ സമീപകാലത്ത് ഏറ്റവും അധികം പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രങ്ങളിലൊന്നാണ് നിവിൻ പോളി നായകനായ സർവമായ. ഹൊറർ കോമഡി ജോണറിലെത്തിയ ചിത്രം ഇരുകൈകളും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രം നിവിൻ പോളിയുടെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടിയായിരുന്നു. ക്രിസ്മസ് റിലീസായി ഡിസംബർ 25-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ നേട്ടമുണ്ടാക്കുന്നത് ഇപ്പോഴും തുടരുകയാണ്. ആഗോള ബോക്സ് ഓഫീസിൽ സിനിമ ഇതിനോടകം 100 കോടി പിന്നിട്ടു കഴിഞ്ഞു. നിവിൻ പോളിയുടെ കരിയറിലെ ആദ്യ 100 കോടി ചിത്രം കൂടെയാണിത്. ചിത്രം പുറത്തിറങ്ങി 22 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കളക്ഷനിൽ വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ചെന്നൈ, ഹൈദരാബാദ്, ബംഗളൂർ എന്നിവിടങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ച അഡ്വാൻസ് ബുക്കിംഗിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ 3 സ്ഥലങ്ങളിലും 22-ാം ദിവസവും സിനിമ ഹൗസ്ഫുള്ളായാണ് പ്രദർശനം തുടരുന്നത്. OTT-യിലേക്ക് എത്തുന്നതിന് മുൻപ് ചിത്രത്തിന് മികച്ച കളക്ഷൻ നേടാനാകുമെന്നാണ് കണക്കുകൂട്ടൽ. അതേസമയം ആഗോളതലത്തിൽ നിന്ന് ചിത്രം ഇതിനോടകം 132 കോടി രൂപ കടന്നിരിക്കുകയാണ്. സിനിമ ഉടൻ 150 കോടി ക്ലബിൽ എത്തുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത്. കോടികൾ കൊയ്ത് മുന്നേറുന്നതിനോടൊപ്പം മലയാള സിനിമ ബോക്സ് ഓഫീസ് പട്ടികയിലും ചിത്രം സ്ഥാനമുറപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ടോപ്പ് 10-ലേക്ക് ഇടം നേടിയ ചിത്രം ഇപ്പോൾ 9-ാം സ്ഥാനത്തേക്ക് കുതിച്ചിട്ടുണ്ട്. 132 കോടിയാണ് സിനിമയുടെ നിലവിലെ കളക്ഷൻ. ഇതോടെ മോഹൻലാലിന്റെ ലൂസിഫർ പട്ടികയിൽ നിന്ന് പുറത്താവുകയും പ്രേമലു 10-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അതേസമയം ബോക്സ് ഓഫീസിൽ തകർപ്പൻ പ്രകടനം തുടരുന്ന സർവമായുടെ OTT വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഡിജിറ്റൽ സ്ട്രീമിംഗ് അവകാശങ്ങൾ സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. വലിയൊരു തുകയ്ക്കാണ് ഈ ഡീൽ നടന്നതെന്നാണ് സൂചനകൾ. തിയേറ്ററുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ തന്നെ ഉടൻ OTT റിലീസ് ഉണ്ടാകാൻ സാധ്യതയില്ല. സാധാരണയായി ഒരു ചിത്രം റിലീസ് ചെയ്ത 45 ദിവസങ്ങൾക്ക് ശേഷമേ OTT-യിൽ എത്താറുള്ളൂ. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 2-ാം വാരത്തോടെ ചിത്രം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കാനാണ് സാധ്യത. ചിത്രത്തിന്റെ ഡിജിറ്റൽ അവകാശങ്ങൾ വിറ്റുപോയതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.